നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ ഉള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. 1987 ശേഷം ഈ ജപ്പാൻ മാർക്കറ്റ് ഫേസ് ചെയ്ത ഏറ്റവും വലിയൊരു സീവിയർ ഇടിവിനാണ് ഇപ്പോൾ ജപ്പാൻ മാർക്കറ്റ് സാക്ഷ്യം വഹിക്കുന്നത്. കഴിഞ്ഞ ഒരു 5 ദിവസം കൊണ്ട് ജപ്പാൻ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒരു 8000 പോയിന്റിലേറെ, അഥവാ ഏകദേശം ഒരു 10% മുകളിൽ ഫോളായ ഒരു അവസ്ഥയാണ്. ഗ്ലോബൽ മാർക്കറ്റിൽ ഗ്ലോബൽ മാർക്കറ്റ് നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ്. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ദിവസം US മാർക്കറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയൊരു സെൽ ഓഫ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഏഷ്യൻ മാർക്കറ്റ് വലിയൊരു ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ ഇടിവ് രേഖപ്പെടുന്നത് ബിറ്റ്കോയിനാണ്. ഇന്ന് ബിറ്റ്കോയിൻ ഇടിഞ്ഞിരിക്കുന്നത്, ബിറ്റ്കോയിനിലൊക്കെ ട്രേഡ് ചെയ്ത ആളുകൾക്ക് ഇന്ന് വലിയൊരു ബ്ലാക്ക് ഡേ ആണ്. കാരണം ഒരു 10% അടുത്ത് 5400 പോയിൻ്റാണ് ബിറ്റ്കോയിൻ ഇപ്പോൾ ഇടിഞ്ഞിരിക്കുന്നത്. നമുക്ക് നേരെ ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും ടോപ്പിൽ കാണാം ബിറ്റ്കോയിൻ 5400 പോയിന്റിലേറെ ഇടിഞ്ഞ് 55,000 ബിറ്റ്കോയിൻ തിരികെ താഴേക്ക് കൂപ്പുകുത്തി. ഓസ്ട്രേലിയ ഏകദേശം 3% ഇടിഞ്ഞിരിക്കുകയാണ്. ചൈന മാർക്കറ്റ് ഫ്ലാറ്റാണ്. എന്നാൽ കൊറിയ 4% ഇടിവ്. ജപ്പാൻ മാർക്കറ്റ് ഇന്ന് 6% ഇടിവ്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു തിരുത്തുണ്ട്. ജപ്പാൻ മാർക്കറ്റ് കഴിഞ്ഞ 5 ദിവസം കൊണ്ട് 10% അല്ല, എനിക്ക് തോന്നുന്നു 15-16% ഇടിവ് രേഖപ്പെടുന്നുണ്ട്. ഓൾമോസ്റ്റ് 20% അടുത്തൊക്കെ ഇടിവ് രേഖപ്പെടുത്തി ഇപ്പോൾ ജപ്പാൻ മാർക്കറ്റ്. കാരണം ഇന്ന് തന്നെ 6%. ഈ 2000 പോയിൻ്റ് ഇടിവ് കഴിഞ്ഞ 3 ദിവസം തുടർച്ചയായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തന്നെ 18% ആയിട്ടുണ്ട്. അപ്പോൾ ഡോ ഫ്യൂച്ചർ ഇപ്പോൾ രാവിലെ തന്നെ -352 എന്ന നിലയിലാണ്. ഓൾറെഡി ഇന്ത്യ വിക്സ് 10% സ്പൈക്ക് ചെയ്ത് 14-ലാണ്. അപ്പോൾ ഇന്നും ഇന്ത്യ വിക്സ് സ്പൈക്ക് ആയേക്കാം. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഇന്ത്യൻ മാർക്കറ്റിലാണ് ഏറ്റവും കുറച്ച് സെൽ ഓഫ് ഉള്ളത്. വളരെ കുറച്ച് സെൽ ഓഫാണ് ഉള്ളത്. കഴിഞ്ഞ തിങ്കളാഴ്ച ദിവസത്തിൽ നിന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസത്തിലേക്കുള്ള ഒരു ഫോളിൻ്റെ ഒരു വ്യാപ്തി നോക്കുമ്പോൾ വെറും 250 പോയിൻ്റ് മാത്രമാണ് ഫോൾ ആയിട്ടുള്ളൂ ഇന്ത്യൻ മാർക്കറ്റ്. ഫോൾ ആകാനുണ്ടെങ്കിൽ ഒരുപാട് ഫോൾ ആകാനുണ്ട് ഇന്ത്യൻ മാർക്കറ്റിന്. പക്ഷേ അങ്ങനെ ഫോൾ ആവാതിരിക്കട്ടെ. ഇത് ഇൻവെസ്റ്റർ മാർക്കറ്റാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ വളരെ റീസെൻ്റായിട്ട് ഇൻവെസ്റ്റേഴ്സ് എല്ലാം തന്നെ വളരെ ശക്തമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ത്യൻ മാർക്കറ്റ് ഇത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. DISൻ്റെ ആക്ടിവിറ്റീസ് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇന്ന് റീറ്റെയിലേഴ്സിൻ്റെ ഒരു സ്റ്റാൻഡ് മാർക്കറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് രീതിയിലായിരിക്കാം റീറ്റെയിലേഴ്സ് റിയാക്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ദിവസമാണ് ഇന്ന്. സ്റ്റോക്കുകളുടെ കുറിച്ച് വാർത്തയിലേക്ക് വരികയാണെങ്കിൽ, രാജ്യത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കിങ് കമ്പനിയായിട്ടുള്ള SBIൻ്റെ റിസൾട്ട് വന്നപ്പോൾ 15,035 കോടി രൂപ പ്രോഫിറ്റ് കരസ്ഥമാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ തവണത്തെ അതേ പ്രോഫിറ്റ് തന്നെയാണ് ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 41,125 കോടി രൂപ കരസ്ഥമാക്കിയിട്ടുണ്ട്. ടൈറ്റാൻ്റെ പ്രോഫിറ്റ് വന്നപ്പോൾ ഏകദേശം 770 കോടി രൂപയാണ്. കഴിഞ്ഞ ദിവസത്തെ അതേ പ്രോഫിറ്റ് തന്നെയാണ്. ടാറ്റ ഗ്രൂപ്പിലുള്ള ജ്വല്ലറി സെഗ്മെൻറ്റിലുള്ള ഒരു കമ്പനിയാണ് ടൈറ്റാൻ. ബ്രിട്ടാനിയയുടെ നെറ്റ് പ്രോഫിറ്റ് 11% വളർച്ച കൈവരിച്ചു. റവന്യൂ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു റവന്യൂവും കരസ്ഥമാക്കിയിട്ടുണ്ട്. ഡിവിസ് ലാബ് നെറ്റ് പ്രോഫിറ്റ് 21% ഉയർന്ന് 450 കോടി രൂപ കരസ്ഥമാക്കി. ബാങ്ക് ഓഫ് ഇന്ത്യ നെറ്റ് പ്രോഫിറ്റ് 10% ഉയർന്ന് 1702 കോടി രൂപ കരസ്ഥമാക്കി. ഡെലിവറി കമ്പനി കഴിഞ്ഞ തവണ ലോസാണ് ഉണ്ടായിരുന്നത്. ഈ തവണ ലോസിൽ നിന്ന് കമ്പനി 54 കോടി രൂപ പ്രോഫിറ്റിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. LIC ഹൗസിംഗ് ഫിനാൻസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 2% ഇടിഞ്ഞ് 1300 കോടി രൂപ. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 10% ഇടിഞ്ഞു. JK ടയർ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 37% ഉയർന്ന് 211 കോടി രൂപ. പവർമെക്ക് പ്രൊജക്റ്റ് കമ്പനി അവർക്ക് 142 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. അംബുജ സിമെൻറ്റ് 1600 കോടി രൂപ മുടക്കി അവരുടെ പുതിയ സിമെൻറ്റ് ഗ്രൈൻഡിങ് യൂണിറ്റ് ബീഹാറിൽ അവർ തുടങ്ങുന്നുണ്ട്. SCVN കമ്പനി ക്യാബിനറ്റ് 5792 കോടി രൂപയുടെ ഒരു പുതിയ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് നേപ്പാൾ തുടങ്ങാനായിട്ട് പദ്ധതിയിട്ടു. അശോക ബിൽഡ് ഓൺ കമ്പനി അവർക്ക് ബോംബെ മെട്രോ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് 2 പ്രൊജക്റ്റ് ലഭിച്ചതായിട്ട് കമ്പനി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതാണ് അവസ്ഥ. ഇപ്പോൾ നിഫ്റ്റിയുടെ ഒക്കെ ലെവലിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി സ്വാഭാവികമായ രീതിയിലും നിഫ്റ്റി നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലാണ് ഉള്ളത്. നിഫ്റ്റി കഴിഞ്ഞ നമ്മളുടെ ക്ലോസിങ്ങിൽ നിന്നും, നമ്മുടെ വെള്ളിയാഴ്ചയിലെ നിഫ്റ്റിയുടെ ക്ലോസിങ്ങിൽ നിന്നും നല്ലൊരു ഗ്യാപ്പ് ഡൗൺ ഉണ്ട്. ഇപ്പോൾ എക്സാക്റ്റ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 300 പോയിൻറ്റിൻ്റെ അടുത്തൊരു ഗ്യാപ്പ് ഡൗണിലാണ് ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത്. അത് മേ ബി ഓപ്പൺ ആവുന്ന ആ ഒരു സമയത്ത് നമുക്കറിയാം, ഫസ്റ്റ് ക്യാൻഡിലൊക്കെ ഓപ്പൺ ആവും. ഓപ്പൺ ആയതിനു ശേഷം പെട്ടെന്ന് റിക്കവറിയൊക്കെ
കാണാറുണ്ട് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ. അപ്പോൾ അസോഫ്റ്റ് നിൽക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ ക്ലോസിൽ നിന്ന് ഏകദേശം ഒരു 300 പോയിൻ്റ് അടുത്ത് ഗിഫ്റ്റ് നിഫ്റ്റി ഇടിഞ്ഞിട്ടുണ്ട്. അത്ര സീവിയറായിട്ടാണ് ഗ്ലോബൽ മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത്. താഴേക്ക് പോകുന്നതിൻ്റെ സ്പീഡ് വലിയതാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ കോഷ്യസ് ആവുക. ഈ ഒരു ഇന്നും നാളെയും ഈ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാവും. എന്നാൽ കാരണം ഈ US മാർക്കറ്റിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിൻ്റെ എപ്പോഴാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ മാത്രമാണ് ഇവിടെ നിൽക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ നോക്കേണ്ടത് ഡോ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടോ, US മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടോ എന്നുള്ളതാണ്. കാരണം ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടുള്ള ലോക്കൽ ക്യൂസ് കാരണമല്ല ഇന്ത്യൻ മാർക്കറ്റ് ഇടിയുന്നത്, ഗ്ലോബൽ മാർക്കറ്റ് ഇടിയുന്നത് കൊണ്ടാണ് ഇന്ത്യൻ മാർക്കറ്റ് ഇടിയുന്നത്. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ മാർക്കറ്റിൽ ഒരു യൂ ടേൺ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നിഫ്റ്റിയുടെ റേഞ്ച് അല്ലെങ്കിൽ നിഫ്റ്റിയുടെ പല EMAസിൽ നിന്നുണ്ടാവുന്ന പുൾ ബാക്കുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ US മാർക്കറ്റിൽ ഒരു പുൾ ബാക്ക് ഉണ്ടോ, ഡോ ഫ്യൂച്ചറിൽ എവിടെയാണ് EMA. അപ്പോൾ ഡോ ഫ്യൂച്ചറിൻ്റെ ചാർട്ട് നോക്കിയതിന് ശേഷം അത് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യപ്പെടാറ്. കാരണം ഞാൻ നേരെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രശ്നം ഇവിടെയല്ല, പ്രശ്നം അങ്ങ് US-ലാണ്. അപ്പോൾ US-ലാണ് മാറ്റം വരേണ്ടത്. അവിടെ മാറ്റം വന്നാലാണ് ഇന്ത്യൻ മാർക്കറ്റിൽ മാറ്റം വരുള്ളൂ. ഡോ ഫ്യൂച്ചറിൻ്റെ ചാർട്ടും ഇന്ത്യയുടെ നിഫ്റ്റിയുടെ ചാർട്ടൊക്കെ നോക്കുന്ന പോലെ തന്നെ ഡോ ഫ്യൂച്ചറിൻ്റെ ചാർട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ട്രേഡേഴ്സാണ്, ട്രേഡ് ചെയ്യുന്ന ആളുകളാണ്. ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ചാർട്ട് മാത്രം നോക്കി വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. വൈകിട്ട് 7 മണിക്ക് കാണാം. താങ്ക് യു.